ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹത്തിന് നേരെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആസൂത്രിതമായ പീഡനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ അതിഭീകരമായി നടത്തുന്ന മനുഷ്യത്വ ദംശനങ്ങൾ ഇന്ത്യ എന്ന അവരുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നീളുന്നതെന്ന സൂചനകൾ ഇപ്പോൾ കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് മുതൽ ഇന്ത്യയോട് കടുത്ത വൈരാഗ്യബോധം മുൻനിർത്തിയായിരുന്നു ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ നീക്കങ്ങൾ. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രാധാന്യം മുൻനിർത്തി ഇന്നുവരെയുള്ള സംഭവ വികാസങ്ങൾക്കെതിരെ ഇന്ത്യ വികാരപരമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മതത്തിൻ്റെ മാത്രം പേരിൽ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം മൂലം ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾക്ക് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലം മുതൽ ഇന്ത്യയുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം വിച്ഛേദിച്ച് പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നവർ ഇന്ത്യക്ക് കനത്ത ഭീഷണിയാകുമെന്ന കാര്യം നിലനിൽക്കെ തന്നെ ഇന്ത്യക്കെതിരെ പരസ്യമായ ആക്രമണ വെല്ലുവിളികളുമായി ബംഗ്ലാദേശിലെ മുസ്ലിം നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആദ്യ വെല്ലുവിളി ധാക്കയിലെ മൗലാനമാർ നടത്തിയത്. മുസ്ലിങ്ങളായ നമ്മൾ 800 വർഷത്തോളം ഇന്ത്യ ഭരിച്ചെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ ഇനിയും ഇന്ത്യ ഭരിക്കും. ബംഗ്ലാദേശ് കൈവശപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ദില്ലി പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യക്ക് വേണ്ടി ജിഹാദിനും യുദ്ധത്തിനും നിങ്ങൾ തയ്യാറാകണം. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് അധികാരം വിട്ടുപോയി. അവർക്കടുത്ത 100 വർഷത്തേക്ക് ബംഗ്ലാദേശിൽ തല ഉയർത്താൻ കഴിയില്ല. അല്ലാഹു ഇച്ഛിച്ചാൽ ലോകം ഭരിക്കാനും പ്രത്യേകിച്ച് ഇന്ത്യയെ ഭരിക്കാനും നമുക്ക് സാധിക്കുമെന്നും നമ്മൾ ഹിന്ദുക്കളെ വീണ്ടും അടിമകളാക്കുമെന്നും ബംഗ്ലാദേശിലെ മുസ്ലിം സംഘടനകളുടെ പ്രസിഡന്റുമാർ വെല്ലുവിളിച്ചത് ഇപ്രകാരമാണ്. ഈ വെല്ലുവിളിയുടെ ചൂടാറും മുമ്പേ ബംഗ്ലാദേശിലെ മതപണ്ഡിതനെന്ന് പറയപ്പെടുന്ന മറ്റൊരു ഇസ്ലാമിക പണ്ഡിതനും ദില്ലിയിൽ വന്ന ഇന്ത്യയുടെ ദേശീയ പതാക മാനം മുട്ടെ പാറിക്കളിക്കുന്ന ചെങ്കോട്ടയെ കത്തിക്കുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ 14 കോടി ജനങ്ങളുണ്ടെന്നും അവരുടെ 28 കോടി കൈകൾ ചേർന്നാൽ ദില്ലിയിൽ വന്ന് ചെങ്കോട്ട തകർത്ത് അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കുമെന്നൊക്കെയാണ് ബംഗ്ലാദേശി പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന മൗലാന എനായത്തുള്ള അബ്ബാസി എന്ന ആളുടെ അവകാശവാദങ്ങൾ. പ്രധാനമന്ത്രി മോദിക്കും മമതാ ബാനർജിക്കും നേരെ ഭീഷണിയുമായി പച്ചത്തെറിയുടെ അകമ്പടിയോടെ ആക്രോശിക്കുന്ന ഇയാൾ ചെങ്കോട്ട പിടിച്ചെടുക്കുമെന്നും ബംഗ്ലാദേശിൻ്റെ ശത്രു ഹിന്ദുസ്ഥാനാണെന്നുമാണ് പുലമ്പുന്നത്. ഇന്ത്യയിൽ ഖിലാഫത്ത് സ്വപ്നം കണ്ട് നടക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ഇത്തരമൊരു പൂതിമൂത്ത് പഴുത്ത് വ്രണമായി തീർന്നിട്ടുണ്ടെന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം. ആ യാഥാർത്ഥ്യമാണ് ഈ പണ്ഡിത ശ്രീമാൻ്റെ വായിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അൽഖ്വയ്ദകളും താലിബാനികളും IS-ഉം അവരുടെ ആരാധകർക്കുമൊക്കെ ഇന്ത്യയിൽ ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന മോഹങ്ങളും പേരിൽ തന്നെയാണ് നടക്കുന്നത്. അത്തരം ഒരു ആശയടക്കാൻ അൽഖ്വയ്ദയുടെ ആശീർവാദത്തോടെ ജാർഖണ്ഡ് റാഞ്ചിയിലെ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായി ജോലിക്കെത്തിയ ഇഷ്തിയാഖ് അലി എന്ന ഭീകരനും കൂട്ടരും ഉദ്ദിഷ്ട കാര്യത്തിനായി ഒന്ന് അനങ്ങുന്നതിന് മുമ്പേ ദില്ലി പോലീസ് അവരെ തൂക്കിയെടുത്ത് അകത്തിട്ടു എന്നാണ് ഇക്കാര്യത്തിൽ അടുത്തിടെ കണ്ടത്. ഇതേ ആഗ്രഹത്തോടെ കയ്യിൽ തീക്കൊള്ളിയുമായി ഇന്ത്യയിൽ ഇനിയും തീവ്രവാദികളുണ്ടെന്നറിയാം. ജാഗ്രതയോടെ നിൽക്കുന്ന ഇന്ത്യയിൽ ആ നീക്കങ്ങളൊന്നും വിലപ്പോകില്ല എന്നതാണ് ചരിത്രം. തെളിവുകളൊന്നുമില്ലാതെ തീവ്രവാദിയായി മുദ്രകുത്തി ജയിലിൽ അടച്ചിരിക്കുന്ന ചിന്മയി കൃഷ്ണദാസിനായി കോടതിയിൽ വാദിക്കാനെത്തുന്ന ഏതൊരു അഭിഭാഷകനെയും കോടതി വളപ്പിൽ വെച്ച് തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ബംഗ്ലാദേശ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിൻ്റെ ഭീഷണി വീഡിയോയും ഈ വീഡിയോകൾക്കൊപ്പം ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഏതായാലും ഈ 3 പ്രസംഗങ്ങളും കേട്ടു നിൽക്കുന്ന ബംഗ്ലാദേശികൾ ആർത്തു വിളിക്കുന്നത് ബംഗ്ലാദേശിലെ കാലിക അവസ്ഥയുടെ ദൃഷ്ടാന്തമാണ്. ഈ അധർമ്മികളുടെ അട്ടഹാസങ്ങളൊന്നും ഇന്ത്യയുടെ മുമ്പിൽ വിലപ്പോകില്ല എങ്കിലും ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ തീവ്രവാദി ശക്തികളെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.